സയൻസ് ഫിക്ഷൻ മിത്തോളജിക്കല് സിനിമ കൽക്കി 2898 AD ബോക്സ് ഓഫീസിൽ ആധിപത്യം സൃഷ്ടിക്കുകയാണ്. ആഗോള ബോക്സ് ഓഫീസിലെ ചിത്രം 900 കോടി കടന്നുവെന്നാണ് നിർമ്മാതാക്കള് പറയുന്നത്. ചിത്രത്തിന്റെ സംവിധായകന് നാഗ് അശ്വിൻ കൽക്കി 2898 AD നിർമ്മാണ സമയത്ത് 2 ഹോളിവുഡ് ചിത്രങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതായി ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്. അടുത്തിടെ സൂമിന് നൽകിയ ഒരു അഭിമുഖത്തിൽ അശ്വിൻ പറഞ്ഞത് ഇതാണ്: മാർവല് സിനിമകള് കണ്ടാണ് വളർന്നത്. പ്രഭാസിന്റെ കഥാപാത്രത്തെ സംബന്ധിച്ച് ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി എന്ന ചിത്രത്തിലെ ക്യാരക്ടറുമായാണ് സാമ്യം. അയണമാനേക്കാള് കൂടുതല് സ്വാധീനം ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയിലെ ക്യാരക്ടർ ചെലുത്തിയിട്ടുണ്ട്. തീർച്ചയായും സ്റ്റാർ വാർസ് ഒരു വലിയ സ്വാധീനമാണ്. എനിക്ക് സ്റ്റാർ വാർസ് ഇഷ്ടമാണ്. അതിനാല് അത് ഉപബോധത്തില് ഞാൻ ഉണ്ടാക്കുന്ന ചിത്രത്തിന്റെ സൗന്ദര്യാത്മകതയുടെ ഭാഗമാണ് അത്, നാഗ് അശ്വിന് പറഞ്ഞു. ഹാരി പോട്ടർ സിനിമയിലെ മുഖ്യ വില്ലന് ലോർഡ് വോൾഡ്മോർട്ടില് നിന്നാണ് കമൽ ഹാസന്റെ കഥാപാത്രത്തെ പ്രചോദനം എന്ന ഫാന് തിയറി നിഷേധിച്ച നാഗ് അശ്വിൻ കൂട്ടിച്ചേർത്തു. ഞങ്ങളുടെ റെഫറൻസ് ഈ പഴയ ടിബറ്റൻ സന്യാസിമാരായിരുന്നു. അവർക്ക് 120 മുതൽ 130 വരെ വയസ്സ് പ്രായമുണ്ട്. കമല് ഹാസൻ സാര് എപ്പോഴും ഓസ്കാർ വൈൽഡിന്റെ 1890 ദാർശനിക നോവലായ ദി പിക്ചർ ഓഫ് ഡോറിയൻ ഗ്രേയില് നിന്നുള്ള ഡോറിയന്റെ ഛായാചിത്രം പരാമർശിക്കാറുണ്ടായിരുന്നു. എന്നാല് കൽക്കി 2898 എഡിയില് വിനയ കുമാറിന്റെ സിറിയസ് എന്ന കഥാപാത്രം ഹാരി പോട്ടർ കഥാപാത്രമായ ഗാരി ഓൾഡ്മാൻ അവതരിപ്പിച്ച സിറിയസ് ബ്ലാക്കില് നിന്നാണ് ഉരുത്തിരിഞ്ഞതെന്ന് നാഗ് അശ്വിന് പരാമർശിച്ചു. നേരത്തെ ഇന്ത്യയുടെക്ക് നൽകിയ അഭിമുഖത്തില് ഡെനിസ് വില്ലിന്യൂവിന്റെ 2021 ചിത്രമായ ഡ്യൂണുമായി കൽക്കി 2898 എഡിയുടെ താരതമ്യത്തെക്കുറിച്ച് അശ്വിൻ പ്രതികരിച്ചിരുന്നു. സിനിമ വരുന്നതിന് തൊട്ടുമുമ്പ് വരെ ഞാൻ ഡ്യൂണ് വായിച്ചിട്ടില്ല. അതൊരു മനോഹരമായ സൃഷ്ടിയാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഒരു വലിയ സ്റ്റാർ വാർസ് ആരാധകനാണ്. അതിനാല് ഞാൻ ചെയ്യുന്നതിലെ ചില റെഫറൻസുകള് വന്നേക്കാം, നാഗ് അശ്വിൻ പറഞ്ഞു.